ഈ ചാരിറ്റിയുടെ പറ്റിപ്പിനെ കുറിച്ചൊക്കെ ഞങ്ങൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും കഴിഞ്ഞ ദിവസം ഒരു എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. അതിനകത്ത് ഒരു സ്ത്രീ ക്യാൻസർ ആണ് എന്നും പറഞ്ഞാണ് വീഡിയോ ചെയ്യുന്നത്. കുറെ നാളെ തുടങ്ങിയിട്ട്. ഒരു സ്ത്രീ അല്ല, പലവരും ചെയ്യാറുണ്ട്. ഈ മറ്റവരെയൊക്കെ വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ചാരിറ്റി എന്നും പറഞ്ഞ് പറ്റിക്കാൻ നടക്കുന്ന ആൾക്കാരെ വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇത്ര പൈസ അവർക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ നേരിട്ട് വീഡിയോ ചെയ്യുന്നത്, വീഡിയോ ഇട്ട് കരഞ്ഞ് പറഞ്ഞൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ വന്ന് കരഞ്ഞു പിഴിഞ്ഞ് പറയുമ്പോൾ നിങ്ങൾ പൈസ അയച്ചു കൊടുക്കുകയല്ല വേണ്ടത്. ഇന്ത്യ തന്നെ പല സംസ്ഥാനങ്ങളിലും കേരളത്തിലും എല്ലാ അസുഖങ്ങൾക്കും ഫ്രീ ആയിട്ട് ചികിത്സ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അത് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഇവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസുഖമില്ല എന്നും പറഞ്ഞ് പൈസ മേടിച്ച് ചികിത്സിച്ചു പോയി. നല്ല വലിയ തുകകളാണ് വരുന്നത്. അപ്പൊ അവർ ഈ അസുഖം മാറിയിട്ടില്ല എന്നുള്ളതിൽ തന്നെ ഇരിക്കും. അപ്പൊ നമ്മുടെ അടുത്ത് ഈ പിരിവുകൾ ഇനി വീണ്ടും തുടരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഇതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഇവർക്ക് എന്താണ് അസുഖം പറയുന്നത്, അപ്പൊ ആ അസുഖത്തിന് പറ്റിയ ഫ്രീ ആയിട്ട് ചികിത്സിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ പലതും ഉണ്ട്. ആ സ്ഥലങ്ങളിലെ അഡ്രസ്സും പേരും ഫോൺ നമ്പറും കൊടുക്കുക. നമ്മളിത് കൊടുക്കാം എന്ന് പറയുമ്പോൾ ഇവരത് സ്ഥലം ഏതാന്ന് ചോദിക്കൂല. അതേപോലെ ഈ ഡോക്ടറുടെ പേരോ ഫോൺ നമ്പറോ ഒന്നും ചോദിക്കൂല. കാരണം പാലക്കാടുള്ള ഒരു ഇത്തായാണ് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് അയച്ചു തരുന്നത്. ഒരു സ്ത്രീ ക്യാൻസർ ആണെന്നും പറഞ്ഞ് കരയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അപ്പൊ കെട്ടിയവന് സുഖമില്ല, പിന്നെ മകൻ എന്തോ ഇതാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞവർ വരുന്നത്. അപ്പൊ ആ ഇത്തത് കണ്ടിട്ട് ഈ ഇത്ത അവർക്ക് മെസ്സേജ് അയച്ച് നമ്പർ മേടിച്ച് വിളിക്കുകയാണ്. അപ്പൊ വിളിച്ചു കഴിയുമ്പോൾ ആ ഇത്ത പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഹോസ്പിറ്റലിൽ പറഞ്ഞുതരാം, ക്യാൻസറിന് ഫ്രീ ആയിട്ട് ചികിത്സിക്കാൻ തന്നെ നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലുണ്ട്, കേരളത്തിൽ തന്നെ. ഹോസ്പിറ്റലിൽ പറഞ്ഞുതരാം, നിങ്ങൾക്ക് നമ്പർ പറഞ്ഞുതരാം, ഡോക്ടറെ പേര് പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് പോലും ഈ സ്ത്രീക്ക് ഹോസ്പിറ്റലും വേണ്ട, നമ്പറും വേണ്ട, ഡോക്ടറെ ഒരു കാര്യം അറിയണ്ട. ആ ഇത്തായിട്ട് സംസാരിക്കാൻ പോലും ഈ സ്ത്രീ തയ്യാറായിട്ടില്ല എന്നുള്ള, ഈ അസുഖം പറഞ്ഞ് കരയാൻ വന്ന സ്ത്രീ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ അസുഖം എന്നും പറഞ്ഞ് കരഞ്ഞു വരുന്നവരോട് നിങ്ങൾ എല്ലാവരും ജനങ്ങൾ പറയേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഫ്രീ ആയിട്ട് ചികിത്സിക്കുന്ന സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ പൈസ അയക്കാതിരിക്കുക. നിങ്ങൾക്ക് പൈസ കൊടുക്കണം അത്ര നിർബന്ധമാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിങ്ങൾ നേരിട്ട് പോയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം വഴിയോ ഹോസ്പിറ്റലിലേക്ക് തന്നെ നേരിട്ട് പൈസ അയച്ചു കൊടുക്കുക. അതാകുമ്പോൾ നിങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. പിന്നെ ഈ രോഗിയും ഡോക്ടറുമായിട്ട് ഒക്കുന്ന ഹോസ്പിറ്റലുകളുണ്ട്, അവിടെ നിങ്ങൾ പൈസ അങ്ങ് അയച്ചു കൊടുത്താൽ അവിടെ പറ്റിക്കപ്പെടും. അപ്പൊ അതുങ്ങൾ ശ്രദ്ധിക്കണം.